മഴയൊക്കെ മാറി മാനമൊക്കെ തെളിഞ്ഞു കേട്ടോ. കണ്ടില്ലേ, പുറത്ത് ചെറിയ വെട്ടവും വെയിലും ഒക്കെ വന്നിട്ടുണ്ട്. മുറിക്കകത്ത് കുന്നുകൂടിയ എല്ലാ തുണികളും അതാ കമ്പി വഴിയും മഴവഴിയൊക്കെ ആയിട്ട് പുറത്ത് നിരന്നിട്ടുണ്ട്. മഴ മാത്രമേ മാറിയിട്ടുള്ളൂ, നല്ല അടിപൊളി കാറ്റാണ്. ഇവിടെ നിന്നൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ തുണികളെല്ലാം പറന്ന് അപ്പുറത്ത് ചെല്ലുന്ന അവസ്ഥയാണ്. പകുതി തുണികളും ഞങ്ങൾ ടെറസിന്റെ താഴെ നിന്നാണ് ഇട്ട് പെറുക്കാറ്. എത്ര ക്ലിപ്പ് കുത്തിയാലും പറക്കും. കണ്ടില്ലേ, അങ്ങേ ഭാഗത്തൊക്കെ ചെറിയൊരു മൂടലുണ്ട്, എന്നാൽ തന്നെ തെളിച്ചമാണ്. ഇവിടെ മാത്രമേ തെളിഞ്ഞിട്ടുള്ളൂ. ഇടുക്കിയിൽ വിളിച്ചപ്പോൾ അതാ അവിടെ നല്ല മഴയാണ്, പുറത്തു പോലും ഇറങ്ങാൻ പറ്റില്ല എന്ന് പപ്പ പറഞ്ഞു. പിന്നെ നമ്മുടെ രാവിലത്തെ കാപ്പിക്ക് പൂരിയായിരുന്നു കേട്ടോ, പൂരിയും ചിക്കൻ കറിയും. പണ്ട് എനിക്കിതൊന്നും ഇഷ്ടമില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് എന്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കാൻ എടുത്തു വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതാ ഞാൻ രാവിലെ പൂരിക്ക് ഉരുട്ടി വെച്ചിരുന്ന മാവ് എടുത്തുകൊണ്ട് വന്നിരുന്ന് കാണിക്കുന്ന പരിപാടീസാണ് കേട്ടോ ഇത്. അത് വെച്ച് മാലയൊക്കെ ഉണ്ടാക്കി പുള്ളിയുടേതായ സന്തോഷങ്ങൾ കണ്ടെത്തുന്നുണ്ട്. പിന്നെ ഒരു രസമല്ലേ. അവധിക്കാല കാഴ്ചകളൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ തുറക്കാനായി. ഇനിയിപ്പോൾ എല്ലായിടത്തും അതിൻ്റെ വിഷമങ്ങളായിരിക്കും. അങ്ങനെ കാപ്പിക്കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ലെമണിൻ്റെ ടാങ്കൊക്കെ കലക്കി കുടിച്ചു കേട്ടോ. ഭയങ്കര ചൂടും ഭയങ്കര ദാഹവും. അങ്ങനെ നോക്കുമ്പോഴേതാ കാച്ചുവിൻ്റെ പുതിയ മാലയും വളയും മോതിരമൊക്കെ ഇട്ട് കട്ടളപ്പടിയലുണ്ട്. കയറി ഇറങ്ങിയപ്പോൾ അതാണ്ട് വള ഊരിപ്പോയി. പിന്നെ വീണ്ടും അതെടുത്ത് കയ്യിൽ സെറ്റ് ചെയ്ത് കേട്ടോ. ഇതൊരു പ്രത്യേകതരം ഭ്രാന്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതുപോലുള്ള ഭ്രാന്തൊക്കെ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കാട്ടിക്കൂട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ അത് സമയം ഏകദേശം 11 മണിയായി. എനിക്ക് ക്ലാസ് തുടങ്ങാൻ സമയമായി. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാ, മഴയൊക്കെ കുറഞ്ഞോ അതോ നല്ല കാറ്റും മഴയാണോ? അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കും കേട്ടോ.